ഇന്ന് നമുക്ക് ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ പരിചയപ്പെടാം. ഫസ്റ്റ് പ്രോബ്ലം, ഇൻ്റഗ്രൽ ഓഫ് 1 - cos x by 1 + cos x. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് രണ്ട് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. വി നോ ദാറ്റ് 1 - cos 2x ഈസ് 2 sin square x and 1 + cos 2x is equal to 2 cos square x. 1 - cos 2x is 2 sin squared x. 1 + cos 2x is 2 cos squared x. 1 - cos വന്നാൽ 2 sin squared, 1 + cos വന്നാൽ 2 cos squared. ഇവിടെ വരുന്ന ആംഗിളിൻ്റെ ഹാഫ് ആണ് ഇവിടെ എഴുതേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ 1 - cos x by 1 + cos x is equal to, this is equal to integral 1 - cos is 2 sin square, ഈ ആംഗിളിൻ്റെ പകുതി x/2 by 1 + cos is 2 cos square, ആംഗിളിൻ്റെ പകുതി എഴുതുമ്പോൾ x/2. 1 - cos x is 2 sin squared x/2 and 1 + cos x is 2 cos squared x/2. 2 കട്ടാകും. sin by cos is tan. Therefore, sin square x/2 by cos squared x/2 is tan square x/2. sin by cos tan, sin square by cos square tan square x/2. ഇനി ടാൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നേരത്തെ പഠിച്ചതാണ്. ടാൻ സ്ക്വയർഡ് എക്സ് വന്നാൽ 6 സ്ക്വയർഡ് എക്സ് - 1 എന്ന് എഴുതണം. നമ്മൾ ടാൻ സ്ക്വയർഡ് എക്സും കോട്ട് സ്ക്വയർഡ് എക്സും ഒന്നിച്ചാണ് പഠിച്ചത്. ടാൻ സ്ക്വയർഡ് എക്സ് വന്നാൽ 6 സ്ക്വയർഡ് എക്സ് - 1, കോട്ട് സ്ക്വയർഡ് എക്സ് വന്നാൽ cosec squared x - 1. Here tan squared x/2 ആണ്. Therefore 6 squared x/2 - 1 dx. Now integral of 6 squared x is tan x. ഇവിടെ x/2 ഒരു ലീനിയർ പോളിനോമിയലാണ്, x ആയിട്ട് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 6 squared x എന്ന് വരും. 6 squared xന്റെ tan x, tan x അല്ല ഇവിടെ x/2 ബൈ x ആയിട്ട് എടുത്ത ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം 1/2. ഓക്കെ, minus derivative of integral of x is 1 is x plus c. x/2 നെ x ആയിട്ട് എടുത്തു. 6 squared xന്റെ tan x, x ആയിട്ട് എടുത്ത ടേമിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. Therefore the answer is 2 tan x/2 minus x plus c. tan x/2 by 1/2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 tan x/2 minus x plus c എന്ന് വരും. സെക്കൻഡ് പ്രോബ്ലം, ഇൻ്റഗ്രൽ ഓഫ് cos x by 1 + cos x. ഇത് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിൽ 1 + cos x കൊണ്ടുവരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 + cos x -1 by 1 + cos x. 1 1 ക്യാൻസൽ ആയാൽ cos x തന്നെ വരും. ഡിനോമിനേറ്റർ 1 + cos x മേളിൽ കൊണ്ടുവരാനായിട്ട് 1 ആഡ് ചെയ്യുകയും പിന്നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം ഈ 1 + cos x ഒന്നിച്ചെടുക്കുന്നു. 1 + cos x by 1 + cos x മൈനസ് 1 by 1 + cos x. ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ രണ്ട് ടേംസ് ഒന്നിച്ചെടുത്തിട്ട് 1 + cos x by 1 + cos x, അടുത്ത -1 by 1 + cos x. ദിസ് ഈസ് ഈക്വൽ ടു 1 + cos x ഉം 1 + cos x ഉം വെട്ടിപ്പോയാൽ 1 - 1 by ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുക. 2 cos square x/2. This is equal to integral 1 - 1/2 into 1 by cos squared is 6 squared x/2 dx. 1 plus cos x 1 plus cos x കട്ടായി 1
1 plus cos x നെ 2 cos squared x by 2 എന്ന് എഴുതി. ദാറ്റ് ഈസ് 1 by 2 c squared x by 2. And integral of 1 is x. Half is a constant taking outside sec squared x by 2. തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എക്സ് ബൈ ടുവിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ സിക്സ് സ്ക്വയർഡ് എക്സ് എന്നാവും. സിക്സ് സ്ക്വയർഡ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ്, ഇവിടെ എക്സ് അല്ല എക്സ് ബൈ ടു, എക്സ് ആയിട്ട് എടുത്ത ടേമിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ആയിട്ട് എടുത്തത് എക്സ് ബൈ ടുവിനെയാണ്. അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 by 2 പ്ലസ് സി, ടൂവും കട്ടാവും. Therefore the answer is x minus tan x by 2 plus c. ന്യൂമറേറ്ററിൽ 1 plus cos x കൊണ്ടിരിക, അതിനുവേണ്ടി 1 plus cos x minus 1 എന്ന് എഴുതി ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഡിനോമിനേറ്ററിൽ 1 plus cos x ഓ 1 minus cos x ഓ 1 plus sin x ഓ 1 minus sin x ഓ വന്നാൽ കോഞ്ചുഗേറ്റ് കൊണ്ട്, അതായത് നടുക്കത്തെ ചിഹ്നം മാറ്റി മൾട്ടിപ്ലൈ ചെയ്തും ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഇവിടെ 1 plus cos x ഡിനോമിനേറ്ററിൽ വന്നപ്പോൾ 1 minus cos x കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തേർഡ് പ്രോബ്ലം, ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർഡ് എക്സ് ബൈ 1 plus cos x dx. ഇവിടെയും ഡിനോമിനേറ്റർ 1 plus cos x ആയതുകൊണ്ട് 1 minus cos x കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അല്ല എങ്കിൽ സൈൻ സ്ക്വയർഡ് എക്സിനെ 1 minus cos squared x എന്ന് എഴുതിയും ചെയ്യാം. സൈൻ സ്ക്വയർഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 minus cos squared x ബൈ 1 plus cos x. ദിസ് ഈസ് ഈക്വൽ ടു 1 minus cos squared x, a square minus b square is a plus b into a minus b. 1 plus cos x into 1 minus cos x by 1 plus cos x dx. 1 plus cos x 1 plus cos x കട്ടാവും. സൈൻ സ്ക്വയർഡ് എക്സിനെ 1 minus cos squared x എന്ന് എഴുതി. അതിനെ 1 square minus cos squared എക്സിനെ a plus b into a minus b ഫോമിൽ എക്സ്പ്രസ് ചെയ്തപ്പോൾ 1 plus cos x കട്ടായി. Integral of 1 minus cos x dx. Integral of 1 is x minus integral of cos x is sin x plus c. Last problem, integral of cos x minus sin x by 1 plus sin 2x dx. This is equal to integral of cos x minus sin x by 1നെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം. അതുപോലെ സൈൻ 2x റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. 2 sin x cos x. 1 is sin squared x plus cos squared x and sin 2x is 2 sin x cos x. Now this is equal to integral of cos x minus sin x by sin x നെ a ആയിട്ടും cos x നെ b ആയിട്ടും എടുത്താൽ a square plus 2ab plus b square എന്നാകും. sin squared x plus 2 sin x cos x plus cos squared x, that is a plus b the whole square, sin x plus cos x the whole square. ഡിനോമിനേറ്ററിന് u എന്ന് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ. sin x plus cos x is equal to u. Next step, differentiation. Derivative of sin x is cos x. Derivative of cos x is minus sin x is equal to du by dx. Now cos x minus sin x into dx is equal to du. നമുക്ക് പക്ഷേ cos x minus sin x dx du എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore this is equal to, ഇതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ integral cos x minus sin x dx is du by u square. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോയി u raised to minus 2 du. Integral of u raised to minus 2 du. This is equal to u raised to minus 1 by minus 1 plus c.
ദാറ്റ് ഈസ് -1/u പ്ലസ് സി. യുവിന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1/sin x പ്ലസ് cos x പ്ലസ് സി. ഇത് 2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്.